ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രതീഷ്. ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബയോളജിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ വിറ്റാമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായ കാർബണിക സംയുക്തങ്ങളാണ് വിറ്റാമിനുകൾ. കാസിമിർ ഫങ്ക് എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായി വിറ്റാമിൻ എന്ന പദം ഉപയോഗിച്ചത്. ലേയത്വ സ്വഭാവമനുസരിച്ച് നമുക്ക് വിറ്റാമിനുകളെ രണ്ടായി തരംതിരിക്കാം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അല്ലെങ്കിൽ വാട്ടർ സൊലുബിൾ വൈറ്റമിൻസ് എന്നും, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അല്ലെങ്കിൽ ഫാറ്റ് സൊലുബിൾ വൈറ്റമിൻസ് എന്നും. വിറ്റാമിൻ ബി കോംപ്ലക്സ്, വിറ്റാമിൻ സി എന്നിവ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ആണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ വിറ്റാമിൻ ബി കോംപ്ലക്സ് അതുപോലെ വിറ്റാമിൻ സി എന്നിവ നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നില്ല. അതേസമയം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ ജലത്തിൽ ലയിക്കാത്തത് കാരണം ഇവ നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നുണ്ട്. ഈതർ, ക്ലോറോഫോം തുടങ്ങിയവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ലയിക്കുന്നതാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില തുടങ്ങിയവ. നമ്മുടെ കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ. കരോട്ടിൻ എന്ന പിഗ്മെന്റിൽ നിന്നാണ് വിറ്റാമിൻ എ നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രോ വിറ്റമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെന്റാണ് കരോട്ടിൻ. ഗോൾഡൻ റൈസിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി വികസിപ്പിച്ചെടുത്ത ഈ ഗോൾഡൻ റൈസിൽ കാണപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. അതുപോലെ ഇലക്കറികളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിനും വിറ്റാമിൻ എ ആണ്. നമ്മുടെ കരളിൽ സംഭരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ഗോൾഡൻ റൈസിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ, ഇലക്കറികളിൽ കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിൻ, കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ വിറ്റാമിൻ, ഇവയുടെ എല്ലാം ഉത്തരമാണ് വിറ്റാമിൻ എ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഒന്ന്, നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമുക്കറിയാം, നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിനകത്തെ ഏറ്റവും അകത്തെ പാളിയാണ് റെറ്റിന. റെറ്റിനയിൽ കാണപ്പെടുന്ന രണ്ട് കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റാണ് റോഡോപ്സിൻ. അതുപോലെ കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റാണ് അയഡോപ്സിൻ. ഈ രണ്ട് പിഗ്മെന്റുകളും, അതായത് റോഡോപ്സിൻ, അയഡോപ്സിൻ എന്ന് പറയുന്ന ഈ രണ്ട് പിഗ്മെന്റുകളും നിർമ്മിക്കപ്പെടുന്നത് വിറ്റാമിൻ എയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ എയുടെ കുറവുണ്ടായാൽ അത് ഈ പിഗ്മെന്റുകളുടെ നിർമ്മാണത്തെ ബാധിക്കുകയും അത് നമ്മുടെ കാഴ്ചശക്തിയെ ബാധിക്കുകയും ചെയ്യും. വിറ്റാമിൻ എയുടെ കുറവ് മൂലം റോഡോപ്സിൻ്റെ അളവ് കുറയുകയും തൽഫലമായി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്നറിയപ്പെടുന്നത്. അടുത്തൊരു രോഗമാണ് സീറോഫ്താൽമിയ. നമ്മുടെ കണ്ണിലെ ഒരു ഭാഗമായ കോർണിയ
വളരെ ഡ്രൈ ആയി മാറുന്ന ഒരു രോഗാവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് കെരാറ്റോമലേഷ്യ. കെരാറ്റോമലേഷ്യ എന്ന് പറയുന്ന അസുഖവും നമ്മുടെ കണ്ണിൻ്റെ കോർണിയയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അടുത്തതായി വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫറോൾ. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടുകൂടി നമ്മുടെ സ്കിന്നിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ആയതുകൊണ്ടാണ് വിറ്റാമിൻ ഡിയെ സൺഷൈൻ വിറ്റാമിൻ എന്ന് വിളിക്കുന്നത്. വിറ്റാമിൻ ഡിയുടെ പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് മത്സ്യ എണ്ണകൾ, പാലുൽപ്പന്നങ്ങൾ, മുട്ട എന്നിവ. നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിനും വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്ന ആളുകളിൽ ഉണ്ടാവുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. അതുപോലെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാവുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. കൊഴുപ്പിൽ ലയിക്കുന്ന അടുത്ത വൈറ്റമിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ, അതുപോലെ ബ്യൂട്ടി വിറ്റാമിൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. സസ്യ എണ്ണകൾ, ഗോതമ്പ് തുടങ്ങിയവ വിറ്റാമിൻ ഇയുടെ പ്രധാനപ്പെട്ട സോഴ്സസ് ആണ്. നമ്മുടെ ശരീരത്തിലെ നാഡികളുടെയും അരുണരക്താണുക്കളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ കുറവ് സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമാവാറുണ്ട്. വന്ധ്യത തടയുന്ന വിറ്റാമിൻ ആയതുകൊണ്ടാണ് വിറ്റാമിൻ ഇയെ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് വിളിക്കാനുള്ള കാരണം. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഫില്ലോക്വിനോൺ എന്നാണ് വിറ്റാമിൻ കെയുടെ രാസനാമം. കാബേജ്, ചീര, കോളിഫ്ലവർ, സോയാബീൻ തുടങ്ങിയവയാണ് വിറ്റാമിൻ കെയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുന്ന സമയത്ത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആയതുകൊണ്ടാണ് ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ എന്ന പേരിൽ വിറ്റാമിൻ കെ അറിയപ്പെടുന്നത്. വിറ്റാമിൻ കെയുടെ അഭാവം മൂലമുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഹെമറേജ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. മുറിവിലൂടെ അമിതമായി രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ബ്ലീഡിംഗ് അല്ലെങ്കിൽ ഹെമറേജ്. നമ്മുടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രോത്രോംബിൻ. രക്തത്തിലെ പ്ലാസ്മയിലാണ് പ്രോത്രോംബിൻ കാണപ്പെടുന്നത്. പ്രോത്രോംബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ അഭാവം പ്രോത്രോംബിൻ്റെ നിർമ്മാണത്തെ ബാധിക്കുകയും അത് രക്തം കട്ടപിടിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ ബി കോംപ്ലക്സ് വിറ്റാമിനുകളെക്കുറിച്ചും വിറ്റാമിൻ സിയെക്കുറിച്ചുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ. വിറ്റാമിൻ B1. വിറ്റാമിൻ B1ൻ്റെ രാസനാമമാണ് തയമിൻ. ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ലിവർ, മാംസം എന്നിവയാണ് B1ൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. അരിയുടെ തവിടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1 അല്ലെങ്കിൽ തയമിൻ. തവിട് അല്ലെങ്കിൽ
റൈസ് ബ്രാനിൽ കാണപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1 അല്ലെങ്കിൽ തൈമിൻ. B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. വിറ്റാമിൻ B2, വിറ്റാമിൻ G എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2. വിറ്റാമിൻ B2വിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. പാൽ, കരൾ, കിഡ്നി, ഇലക്കറികൾ എന്നിവ വിറ്റാമിൻ B2വിൻ്റെ സോഴ്സസ് ആണ്. വിറ്റാമിൻ B2വിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് റൈബോഫ്ലാവിനോസിസ്. അടുത്തതായി വിറ്റാമിൻ B3. വിറ്റാമിൻ PP എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B3. വിറ്റാമിൻ B3യുടെ രാസനാമമാണ് നിയാസിൻ. ഈസ്റ്റ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ചായ, കാപ്പി എന്നിവ നിയാസിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ്. വിറ്റാമിൻ B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. വിറ്റാമിൻ B5. വിറ്റാമിൻ B5ൻ്റെ രാസനാമമാണ് പാൻറ്റോത്തനിക് ആസിഡ്. ഈസ്റ്റ്, ലിവർ, ധാന്യങ്ങൾ തുടങ്ങിയവ വിറ്റാമിൻ B5ൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ആണ്. വിറ്റാമിൻ B5ൻ്റെ കുറവ് മൂലം നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്ക് തകരാറുകൾ സംഭവിക്കാറുണ്ട്. അടുത്തതായി വിറ്റാമിൻ B6. വിറ്റാമിൻ B6ൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ. ഈസ്റ്റ്, കരൾ, മുട്ട, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ വിറ്റാമിൻ B6ൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ആണ്. വിറ്റാമിൻ B6ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെർമറ്റൈറ്റിസ്. വിറ്റാമിൻ B7 ഓർ വിറ്റാമിൻ H. വിറ്റാമിൻ H എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B7. B7ൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. മുട്ട, കടല തുടങ്ങിയവ ബയോട്ടിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ്. ബയോട്ടിൻ്റെ കുറവ് സ്കിൻ ഡിസീസസിന് കാരണമായി മാറാറുണ്ട്. വിറ്റാമിൻ B9. വിറ്റാമിൻ M എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B9. വിറ്റാമിൻ B9ൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. ഇലക്കറികൾ, കരൾ, ഈസ്റ്റ് തുടങ്ങിയവയാണ് വിറ്റാമിൻ B9ൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ്. നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്ന അരുണരക്താണുക്കളുടെ നിർമ്മാണത്തിനും അവയുടെ വളർച്ചയെയും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B9. വിറ്റാമിൻ B9ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റാമിൻ B12. വിറ്റാമിൻ B12ൻ്റെ രാസനാമമാണ് സയനോകൊബാളമീൻ. മത്സ്യം, ഇറച്ചി, കരൾ എന്നിവയാണ് വിറ്റാമിൻ B12ൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ്. കൊബാൾട്ട് അടങ്ങിയ വിറ്റാമിനാണ് വിറ്റാമിൻ B12. അതുപോലെ രക്തത്തിലെ അരുണരക്താണുക്കളുടെ നിർമ്മാണത്തെയും വളർച്ചയെയും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിറ്റാമിനാണ് വിറ്റാമിൻ B12. വിറ്റാമിൻ B12ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ബി കോംപ്ലക്സ് വൈറ്റമിനുകളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ, നാരങ്ങ എന്നിവയാണ് വിറ്റാമിൻ സിയുടെ പ്രധാനപ്പെട്ട സോഴ്സസ്. നമ്മുടെ ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. പച്ചക്കറികൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി അടങ്ങിയ പച്ചക്കറികൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇത് നീരാവിയിൽ ലയിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി.
മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അതുപോലെ മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിനും വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. സെയിലേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ നാവികരുടെ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ബി കോംപ്ലക്സ് വിറ്റാമിനുകളും വിറ്റാമിൻ സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന പ്രധാനപ്പെട്ട വിറ്റാമിനുകൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിറ്റാമിനുകളുടെ പ്രത്യേകതകളെക്കുറിച്ചും അവയുടെ ധർമ്മത്തെക്കുറിച്ചും അവയുടെ രാസനാമങ്ങളെക്കുറിച്ചുമെല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞു. സ്ഥിരമായി മത്സര പരീക്ഷകളിൽ ചോദിക്കാറുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചാനലിലെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.